ക്ലിയർ ഉണ്ട്. റെഡിയാ? നോക്കാം, നമുക്ക് റിഹേഴ്സൽ നോക്കി ആക്ഷൻ നിങ്ങൾ പറയണം സർ. ഇവിടുന്ന് ടുവേഴ്സ് ക്യാമറ ആക്ഷൻ. പരിചിതമല്ലേ ഈ മുഖം? എത്ര സ്നേഹിച്ചതാണ്, എത്ര ആരാധിച്ചതാണ് നമ്മൾ ഈ മനുഷ്യനെ. മലയാളികളുടെ ഹൃദയ ആരാമത്തിൽ ഇന്നും പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി നിൽക്കുന്ന ഒത്തിരി സിനിമകളുടെ അമരക്കാരനായി നിന്ന ഈ ചലച്ചിത്രകാരനെ എങ്ങനെ മറക്കാനാവും നമുക്ക്? അറിയാം ഇദ്ദേഹത്തെ, ആലപ്പുഴക്കാരൻ ജോണിനെ, മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറായ സംവിധായകൻ ശശികുമാറിനെ. ഇവിടെ ഇന്നലെയുടെ വിലപിടിപ്പുള്ള സംവിധായകൻ സ്റ്റാർട്ടും ആക്ഷനും കട്ടും ഒന്നുമില്ലാതെ ഒരു കഥ പറയുന്നു. ഇതൊരു സിനിമാ കഥയല്ല, ഒരു ജീവിത കഥയാണ്. കലയോടൊരു താല്പര്യം കൊച്ചുനാൾ മുതലേ ഉണ്ടായിരുന്നു. മൂത്ത സഹോദരി അധ്യാപികയായിരുന്നു. അവർ എൻ്റെ എളിയ വാസനയ്ക്ക് വളരെയധികം വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അവരാണ് സത്യത്തിൽ എൻ്റെ കലാവാസനയ്ക്ക് എനിക്ക് കൊച്ചിലെ മുതൽ ഒരു പ്രചോദനമായിരുന്നത്. ഒരു കച്ചവടക്കാരൻ്റെ മകൻ ഒരു കലാകാരൻ ആയി മാറുക എന്നുള്ളത് അത്ഭുതകരമായി ഒരു ദൈവാനുഗ്രഹമായാണ് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. ഞാൻ മാന്നാനത്ത് സെൻറ്റ് ഇഫ്രൈം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു നാടകം എഴുതുകയും അത് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തു. അത് സ്കൂൾ തലത്തിലും മറ്റ് പല സംഘടനകളുടെയും തലത്തിലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ആ നാടകത്തിൻ്റെ ആദ്യത്തെ അച്ചടിച്ച കോപ്പിയുമായി ഞാൻ എൻ്റെ അച്ഛനെ സമീപിച്ച് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇല്ല. നാടക കലാകാരനായി ഇത്തിരിയൊക്കെ പ്രശസ്തിയിൽ നിൽക്കുന്ന കാലത്താണ് ശശികുമാറിന് സിനിമയിൽ ഒരവസരം ഒത്തുവരുന്നത്. ഉദയായുടെ സിനിമയിൽ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചലച്ചിത്ര രംഗത്തേക്കുള്ള ചുവടുവയ്പ്. കന്യ അവസരത്തിൽ തന്നെ സിനിമയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരാളാണ് താനെന്ന് ഈ കലാകാരൻ തെളിയിക്കുകയും ചെയ്തു. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ശ്രീ കുഞ്ചാക്കോച്ചനും കോശി സാർ എന്ന് പറയുന്ന മറ്റൊരു നിർമ്മാതാവും കൂടെ ഒരു ചിത്രം എടുക്കാനായിട്ട് ഒരുക്കു കൂട്ടുന്നതും ജീവിതവയ്ക്ക് ശേഷം ഒരു ചിത്രത്തിന് തയ്യാറെടുത്ത് അഭിനേതാക്കളെ തിരഞ്ഞെടുത്തിരുന്ന കൂട്ടത്തിൽ ചാക്കോച്ചൻ്റെ ഭാര്യ ശ്രീമതി കുഞ്ചാക്കോ അവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എനിക്ക് സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ഒരു സഹോദരിയാണ് അവർ. അവരുടെ ശുപാർശയോടുകൂടിയാണ് എനിക്കൊരു മേക്കപ്പ് ടെസ്റ്റിന് വേണ്ടി വിളിക്കപ്പെട്ടത്. അങ്ങനെ ഉദയായിൽ ബിഷപ്പിൻ്റെ വിളി എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ ക്യാമറയായി അഭിമുഖീകരിച്ചത് 1954 ആ കഥയിൽ, ആ ചിത്രത്തിൽ കഥാനായകനായിരുന്നു പ്രേം നസീർ. മലയാളത്തിൽ സിനിമയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റണ്ട് രംഗം ബിഷപ്പിൻ്റെ വെളിയിലൂടെ ഞാനും എൻ്റെ പ്രിയങ്കരനായ നസീർ സാറും കൂടെയാണ് നടത്തിയത്. മലയാള ചലച്ചിത്രത്തിലെ ഏത് രീതിയിലും ഒരു ഏറ്റുമുട്ടൽ രംഗം വന്നിട്ടില്ല. അത് ട്രെയിൻ ചെയ്യിക്കാൻ ആളില്ല, അതിനാവശ്യമായ ക്യാമറയോ മറ്റുപകരണങ്ങളോ ഇല്ല. എങ്കിലും ഏതായാലും ഇത് വേണമെന്നുള്ള തീരുമാനിച്ച് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി. സാധാരണഗതിയിൽ ഞങ്ങൾക്കറിയാവുന്ന വിധത്തിൽ കൂട്ടയിടി നടന്നു. രണ്ടുപേരുടെയും മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നു. കാലത്തെ 8 മണിക്ക് ആരംഭിച്ചത് രാത്രി 11 മണി വരെ ഞങ്ങൾ ഒരു പരിചയമില്ലാത്തവർ തുടർച്ചയായിട്ട് ഇടിച്ച് ഒടുവിൽ അവസാനം താഴെ വീണ എന്നെ കാലിൽ പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുപോയി ഇരിക്കുന്നതായിട്ട് അരങ്ങ് അവസാനിച്ചു. ഏതായാലും ഞങ്ങൾ വളരെയധികം അതിനുവേണ്ടി ബുദ്ധിമുട്ടിയെങ്കിലും ചിത്രത്തിൽ അത് വളരെ ഇതായി തീർന്നു. അതുമായിരിക്കാം ഒരുപക്ഷെ പിൽക്കാലത്ത് എൻ്റെ ചിത്രങ്ങളിൽ സ്റ്റണ്ട് രംഗങ്ങൾക്ക് പ്രാധാന്യമുണ്ടായതും എൻ്റെ ചിത്രത്തിൽ സ്റ്റണ്ട് രംഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നൊരു വിശ്വാസം മനുഷ്യനുണ്ടായത്. സിനിമയിൽ ശശികുമാറിന്റെ ഭാവി ഒരു അഭിനേതാവ് എന്നതിനപ്പുറം സംവിധായകന്റേതാണെന്ന് തിരിച്ചറിയുന്നത് കുഞ്ചാക്കോയാണ്. അഭിനേതാവിന്റെ കുപ്പായം ഊരിവച്ച് ഇദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറി സംവിധാന സഹായിയുടെ പുതിയ വേഷം അണിഞ്ഞു. ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാകുകയായിരുന്നു അത്. നിർമ്മാണ രംഗത്തേക്ക് വന്നപ്പോൾ ചാക്കോച്ചൻ എന്നെ വിളിപ്പിച്ച്, നീ ക്യാമറയുടെ പിന്നിൽ
നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. മുന്നിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിനക്ക് പണിയെടുക്കുവാനും എന്തെങ്കിലും എല്ലാം സംഭാവനകൾ നൽകാനും നിനക്ക് ദൈവം ഇതിനായിരിക്കും ഒരുപക്ഷെ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നിർദ്ദേശം സ്വീകരിച്ച് ഞാൻ ഉമ്മ എന്ന ചിത്രത്തിലാണ് സംവിധാന രംഗത്തേക്ക് അസിസ്റ്റൻ്റായി കടന്ന് പ്രവൃത്തി ആരംഭിച്ചത്. ഉദയായിൽ നിന്ന് ഒരു സംവിധായകന്റെ ജോലി എന്തൊക്കെയാണെന്ന് പഠിച്ചിറങ്ങിയ ശേഷം ശശികുമാർ ചെന്നെത്തുന്നത് മെർലാൻഡിലാണ്. പി സുബ്രഹ്മണ്യം ഈ കലാകാരനെ ഊതിക്കാച്ചി പൊന്നാക്കി മാറ്റി. ശശികുമാറിലെ സംവിധായകനെ സിനിമാ ലോകം കാണാൻ തുടങ്ങുകയായിരുന്നു പിന്നീട്. ഉദയായിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് മെരിലൻഡിൽ വന്ന് ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണ് എനിക്കുള്ളത്. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ ശശികുമാറിനെ ശശികുമാറാക്കിയത്. എൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ്. സിനിമയിൽ ശശികുമാറിന് ഏറ്റവും സൗഹൃദമുണ്ടായിരുന്ന ആൾ പ്രേംനസീർ ആയിരുന്നു. അതുല്യനായ ആ നടനാണ് ഇദ്ദേഹത്തെ സ്വതന്ത്ര സംവിധായകനാകാൻ സഹായിക്കുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശശികുമാർ പേരെടുത്തു. ശക്തനായൊരു ഫിലിം മേക്കറുടെ വരവ് അറിയിക്കലായിരുന്നു ആ സിനിമ. ഒരു മുഴുനീള ചലച്ചിത്രമല്ല ഞാൻ ആദ്യം സംവിധാനം ചെയ്തത്. FACTക്ക് വേണ്ടി ഒരു പടം എടുത്തു. ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചിത്രമായി തിയേറ്ററുകളിലെത്തി നല്ല അഭിപ്രായം ഉണ്ടായി. അതാണ് സത്യം പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ച ആദ്യത്തെ ചിത്രം. ശ്രീ നസീർ എനിക്ക് വേണ്ടി ഒരു ഇൻഡിപെൻഡൻറ്റ് പിക്ചർ മദ്രാസിൽ ഏർപ്പാട് ചെയ്തിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇവിടുന്ന് തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങി പോരാൻ സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ ഒരു ചിത്രത്തിനുള്ള വഴിയൊരുക്കിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓരോ അക്ഷരം ആർക്കും പറയണ്ട, നേരെ ഒളിച്ചായാലും ശരി ഇവിടെ പോരാൻ പറഞ്ഞു. അങ്ങനെയാണ് മദ്രാസിലേക്കുള്ള എൻ്റെ പ്രയാണം. അവിടെ PA തോമസ് പിക്ചേഴ്സിൽ ആദ്യമായിട്ട് ഒരാൾ കൂടി കള്ളനായി, കുടുംബിനി. ഇത് കഴിഞ്ഞിട്ടാണ് തൊമ്മൻ്റെ മക്കൾ മറ്റുള്ള പടങ്ങൾ എല്ലാം വരുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഞാൻ അല്പം ചോദിച്ചുള്ളൂ. എനിക്ക് കൈക്കുമ്പിൾ നിറയെ കൊണ്ടുതന്നു. നന്ദി പറയാൻ വാക്കുകളില്ല. എൻ്റെ ഗുരുനാഥന്മാർ എന്നെ സത്യത്തിൽ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരോടും ആ കടപ്പാടുണ്ട്.